ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനങ്ങൾ 79-9 വേദഭാഗം. ഞങ്ങളുടെ രക്ഷയായ ദൈവമേ, നിൻ്റെ നാമം മഹത്വത്തിനായി ഞങ്ങളെ സഹായിക്കണമേ. നിൻ്റെ നാമനിമിത്തം ഞങ്ങളെ വിടുവിച്ച് ഞങ്ങളുടെ പാപങ്ങളെ പരിഹരിക്കണമേ. ദൈവം നമ്മുടെ രക്ഷകനാണ്. ദൈവം നമ്മെ വിടുവിക്കുന്നവനാണ്. നമ്മുടെ പാപത്തെ പരിഹരിക്കുന്നവനാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട രക്ഷണ്യ പദ്ധതിയെ തിരിച്ചറിയുമ്പോൾ തന്നെ ഇത്ര വലിയ ഒരാത്മീയ അനുഗ്രഹം, ഒരാത്മീയ പദവി, മക്കൾ, അവകാശികൾ എന്നുള്ള തലത്തിലേക്ക് നമ്മെ ഉയർത്തിയതോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കണം. അപ്പോൾ തന്നെ ആ രക്ഷണ്യ പദ്ധതിയിലൂടെ ദൈവം തൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്തത്. ദൈവം തൻ്റെ നാമത്തിൻ്റെ ആ മഹത്വം എന്താണെന്ന് ലോകത്തിന് വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. രക്ഷിക്കപ്പെട്ട ഓരോ ദൈവമക്കളും തങ്ങളുടെ മുമ്പോട്ടുള്ള വിശ്വാസ ജീവിതത്തിൻ്റെ പ്രവർത്തികളിലൂടെ നമ്മുടെ ചിന്തകളാകട്ടെ, വിചാരങ്ങളാകട്ടെ, പ്രവർത്തികളാകട്ടെ, അതിലൂടെ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം കൊടുക്കുവാൻ ഇടവരണം എന്നും തിരുവചനം ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ചിന്തകളും ഒക്കെ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം കിട്ടാത്ത പ്രവൃത്തികളും ചിന്തകളുമായി പോകുമ്പോൾ പരിശുദ്ധാത്മാവ് ഹൃദയമായി ഓർമ്മപ്പെടുത്തുന്നു, ഇത്ര വലിയ രക്ഷ നമ്മുടെ ജീവിതത്തിൽ നൽകി തന്നു ദൈവം തൻ്റെ നാമത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തിയെങ്കിൽ, നമ്മളെ ദൈവമക്കൾ എന്ന പേരിന് യോഗ്യരാക്കി തീർത്തുവെങ്കിൽ, നമ്മുടെ ആത്മീയ ജീവിതം കൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഇടവരട്ടെ. അതിനുവേണ്ടി ഇന്ന് പകൽക്കാലം സമർപ്പിക്കാം. സ്വർഗീയ കർത്താവേ, ഞങ്ങളെ പൂർണ്ണ ഹൃദയത്തോടെ സമർപ്പിക്കുന്നു. ഞങ്ങളിലൂടെ നിൻ്റെ നാമം മഹത്വപ്പെടുവാൻ ഇടവരണമേ. അതിനുവേണ്ടി പൂർണ്ണ ഹൃദയത്തോടെ ഏൽപ്പിച്ചു തരുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.